നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നന്ദിനി മേനോൻ. മാഡം നമസ്കാരം. മാഡം ഒരു യാത്രികയും എഴുത്തുകാരിയുമാണെന്ന് അറിയാം. എനിക്ക് കൂടുതൽ ഒന്നും മാഡത്തിനെ പറ്റി അറിയില്ല. അപ്പൊ ഈ യാത്രക്കുള്ള മോഹം എങ്ങനെയായിരുന്നു? യാത്രയുടെ മോഹം ഒരുപാട് കുട്ടിക്കാലത്തേക്ക് പറയേണ്ടി വരും. അച്ഛൻ പാലക്കാട് ഒരു സാധാരണ കൃഷിക്കാരൻ, പക്ഷെ അച്ഛൻ നല്ലപോലെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു. യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ അന്നൊക്കെ നമുക്ക് സ്കൂളിൽ ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, അത് കഴിഞ്ഞ് വലിയ വേനൽ അവധിയൊക്കെ വരുമ്പോ ഞങ്ങളൊന്നും വീട്ടിൽ അങ്ങനെ നമ്മളുടെ ഒരു അന്നത്തെ ഒരു സവർണ ഹിന്ദു കുടുംബത്തിൽ എങ്ങനെയൊക്കെയാണ് ഓണമൊക്കെ ആഘോഷിക്കുക, ആ മാതിരിയൊന്നും ഞങ്ങൾ വീട്ടിൽ ആഘോഷിച്ചിട്ടേ ഇല്ല. അച്ഛൻ യാത്രയ്ക്ക് കൊണ്ടുപോകും. അമ്മയും ഞങ്ങൾ മക്കളുമായിട്ട് അച്ഛൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ എന്റെ അന്നത്തേക്ക് ഒരു തോന്നൽ, കുട്ടിയായ എന്റെ വിചാരം ഈ അവധിയൊക്കെ തരുന്നത് ഇങ്ങനെ യാത്ര പോകാനാണ് എന്നുള്ള ഒരു തോന്നലാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, സ്കൂൾ തുറക്കുമ്പോ തിരിച്ചു വരുമ്പോ ഇപ്പൊ എന്റെ ക്ലാസ്സിലെ എന്നെക്കാളൊക്കെ സാമ്പത്തികമായിട്ട് വളരെ മുകളിലുള്ള കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് പറയാനുള്ളത്, അവർ ഓണാഘോഷിച്ചു, സിനിമയ്ക്ക് പോയി, 2 ഉടുപ്പ് മേടിച്ചു എന്നൊക്കെ ഉള്ളതെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് അവരോട്. ഞാൻ കണ്ട കാര്യങ്ങൾ. അപ്പൊ സാമ്പത്തികം എന്നുള്ളതായിരുന്നില്ല അന്നത്തെ ഈ ലോകം കാണാനുള്ള മാനദണ്ഡം. അതെന്റെ അച്ഛന്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അച്ഛൻ ഒരിക്കലും ഉപദേശിക്കേ ഇല്ല. പിന്നെ അടി പോലുള്ള ശിക്ഷകൾ തീരെയില്ല. പക്ഷെ അദ്ദേഹം പറയാതെ പറഞ്ഞ കാര്യങ്ങളാണ്, ലോകം എന്ന് പറയുന്നത് വീടിന് പുറത്താണ്. ലോകത്തേക്കുള്ള എല്ലാ വഴികളും വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വഴികളാണ്. അന്ന് ഒരിക്കൽ നമ്മളിപ്പോ ഈ പണ്ടത്തേതല്ല, ഇപ്പോഴത്തെ സിനിമകളിലും ഉണ്ട്, ഇപ്പോഴത്തെ സീരിയലിലും ഉണ്ട്. അകത്ത് കയറ് എന്ന് പറയുന്ന ഒരു പെൺമക്കളോടും ഭാര്യയോടും അകത്ത് കയറ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, സംഭാഷണം ഉണ്ടല്ലോ, ഒരിക്കലും ഉണ്ടായിട്ടില്ല അച്ഛൻ്റെ. അപ്പൊ അങ്ങനെ കുട്ടിക്കാലത്തെ യാത്രകൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ ആ യാത്രയിൽ നിന്ന് ഞാൻ ഇപ്പൊ ചെയ്യുന്ന തരം യാത്രയല്ല, ഞാൻ അതല്ലായിരുന്നു എനിക്ക് ആവശ്യം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതൊക്കെ ഒരു 10-20 വയസ്സായിട്ടാണ്. എന്റെ യാത്രകൾ ഒരു ഇറങ്ങി നടപ്പും ഒരു നടത്തമൊക്കെയാണ്. അച്ഛൻ അങ്ങനെയല്ലല്ലോ, ഏത് അച്ഛന്മാരും അങ്ങനെയല്ലല്ലോ. കൈമുറുക്കെ പിടിച്ച് അവര് സുരക്ഷിതമായിട്ടുള്ള വഴികളിൽ കൂടെ അല്ലേ നമ്മളെ കൊണ്ടുപോകുള്ളൂ. പക്ഷെ യാത്രയുടെ സ്വഭാവം കിട്ടിയത് അച്ഛനിൽ നിന്ന് തന്നെയാണ്. പിന്നെ എപ്പോഴാണ് ഈ എഴുത്തിലേക്ക് വന്നത്? എഴുത്ത് സ്കൂളിലൊക്കെ ഞാൻ എഴുത്തുകാരിയായ, വായനക്കാരിയായ, പ്രസംഗക്കാരിയായ നല്ല കുട്ടിയായിരുന്നു. എൻ്റെ ഒരു ഗേൾസ് സ്കൂളാണ്, 10th വരെ ഓൺലി ഗേൾസ് ആണ്. അപ്പോ ഈ വക കാര്യങ്ങളിലൊക്കെ വിശ്വസനീയമായി എന്നെ സ്റ്റേജിൽ കയറ്റാം എന്ന് ടീച്ചേഴ്സിന് അത്രയും ബോധ്യമുണ്ട്. അങ്ങനെയൊക്കെ ഒരു നല്ല കുട്ടിയായിരുന്നു ആ സമയത്തൊക്കെ. എഴുതാനൊക്കെ അന്ന്. പക്ഷെ എഴുത്ത് പറയുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ കഥയെന്നല്ലേ തുടങ്ങുക, കുഞ്ഞു കുഞ്ഞു കഥകളിൽ നിന്നാണല്ലോ എഴുത്ത് തുടങ്ങുക. ഞാൻ ഒരുപാട് കഥ എഴുതിയിട്ടുണ്ട്. സ്കൂൾ മാഗസിൻ, ഞങ്ങൾക്ക് ഒരു വാൾ മാഗസിൻ ഉണ്ടായിരുന്നു സ്കൂളില്. എവറി ഫ്രൈഡേ അത് മാറ്റും, കൈയക്ഷരം കൊണ്ട് എഴുതിയിട്ടാണ് അതിൽ പിൻ ചെയ്യുക. നല്ലൊരു സ്കൂളായിരുന്നു കേട്ടോ. അധ്യാപകരെയൊക്കെ ഞാൻ നല്ലപോലെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോ പെട്ടെന്നൊരു സ്വാതന്ത്ര്യമല്ലേ ഈ ഗേൾസ് സ്കൂളിൽ നിന്ന്. അന്ന് പിന്നെ പ്രീ ഡിഗ്രിയാണ്, ഇന്നത്തെ പോലെ +1 +2 അല്ല. അപ്പൊ ഒരു 16 വയസ്സില് വലിയ ക്യാമ്പസിലേക്ക്, ഗവൺമെന്റ് കോളേജിലേക്ക് ഞാൻ ശരിക്കും ആഘോഷിച്ചിട്ടുണ്ട് കോളേജ് ജീവിതം, അതിന്റെ സ്വാതന്ത്ര്യം, അതിന്റെ രാഷ്ട്രീയം. അപ്പോ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് അത്രയും വലിയ കോളേജില് ഒരുപാട് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളും ഒക്കെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിലാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ കോളേജ് മാഗസിന്റെ എഡിറ്ററായി എന്നുള്ളതാണ് എൻ്റെ ആ ഒരു പ്രായത്തിൽ ഇത്രയും സീനിയർ. അതും അന്നും ബോയ്സ് ആണ് കൂടുതൽ അതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുക അവരുടെ ഇടയിൽന്ന്. ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സത്യത്തിൽ എനിക്ക് വായിക്കാനും എഴുതാനും ഒന്നും ഫിക്ഷൻ വലിയ ഇഷ്ടമില്ലാത്തൊരു അവസ്ഥ വന്നു. എനിക്ക് നോൺ ഫിക്ഷനിലായി ഇഷ്ടം. പിന്നീട് എൻ്റെ കല്യാണം എന്നുള്ള, അത് ഒരു കല്യാണം കഴിച്ച ജീവിതം എന്നുള്ളതല്ല. ഞാനൊരു ചെറിയ ഗ്രാമത്തിലല്ലേ ജനിച്ചത്. അതിൻ്റെ ആ ഒരു ചെറിയ അതിരുന്ന നമ്മളൊരു വളരെ വിശാലമായ പ്രവാസ ജീവിതം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന്, കാഴ്ചപ്പാടിലും നിലപാടിലും നമ്മുടെ ശരികളിലും തെറ്റുകളിലും ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ ലോകത്തേക്ക് ഇറങ്ങിയപ്പോ പിന്നെ ഭാഷ കിട്ടി.
പുറത്ത് ഹിന്ദി എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം എന്നുള്ള ധൈര്യം വന്നു. ഇന്ത്യയിലൊക്കെ ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ്, ഹിന്ദി പറയാതെ നിവർത്തിയില്ല. അതും വന്നു. പിന്നെ നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, അതിന്ന് വരുന്ന ആത്മവിശ്വാസം. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഒരുപാട് യാത്ര എഴുത്തിലേക്കും ഒക്കെ ഞാൻ അങ്ങനെയാണ് അവിടേക്ക് വന്നത്. എന്നൊരു ഗ്രാമല്ല, ബസ്തർ ഛത്തീസ്ഗഡ് സ്റ്റേറ്റിലെ ഒരു ഡിവിഷനാണ്. ആ ഡിവിഷനില് 7 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. 7 ഡിസ്ട്രിക്റ്റ് കൂടിയ ഒരു ഡിവിഷൻ. അത് കേരളത്തെക്കാളും വലിയ ഒരു സ്ഥലമാണ് ഈ ഡിവിഷൻ. അതിനെ അങ്ങനെ ഒരു പ്രത്യേക ഡിവിഷൻ ആക്കാൻ കാരണം, നമ്മൾ പണ്ട് ഈ പുരാണത്തിലൊക്കെ പറയുന്ന ദണ്ഡകാരണ്യം എന്ന് പറയുന്ന ആ കൊടുങ്കാടുണ്ടല്ലോ, അത് അതുപോലെ നിലനിൽക്കുന്നുണ്ട് ബസ്തറിൽ. അപ്പൊ അതിന് പ്രത്യേക പരിരക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 7 ഡിസ്ട്രിക്ട് ചേർത്തിട്ട് ഒരു ഡിവിഷൻ ആക്കിയത്. നമ്മൾ ബെൽജിയം, ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളെക്കാളും വലുതാണ് ബസ്തർ ഡിവിഷൻ. നമ്മൾ ഛത്തീസ്ഗഡിന്റെ വലുപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോ അതൊരു ഗ്രാമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി മേഖല എന്ന് പറയണം. അതാണ് ബസ്തർ. ആംചോ ബസ്തറിനെ പറ്റിയിട്ട് ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. നല്ലൊരു ഇതായിരുന്നു. ആംചോ ബസ്തറിനാണ് എനിക്ക് 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. അത് ഞാനൊരു 3.5 കൊല്ലം യാത്ര ചെയ്തിട്ടാണ് ആ പുസ്തകം എഴുതിയത്. പക്ഷെ അതിന്റെ തുടർച്ചയായിട്ട് ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായി. ഒരുപാട് കാര്യങ്ങളിൽ കമ്മിറ്റഡ് ആയി. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് വന്നു എന്നുള്ളതല്ല, ഞാൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അവിടുത്തെ കുറെ കുട്ടികളുടെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ പറഞ്ഞാലൊന്നും ഒരുവിധം ആർക്കും മനസ്സിലാവില്ല ബസ്തറിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ബസ്തറിനെ അറിയാൻ ബസ്തറിൽ പോയിട്ടും കാര്യമില്ല. അത് വർഷങ്ങളായുള്ള എന്റെ യാത്ര കൊണ്ടാണ്. ഏകദേശം ഒരു 1.5 വർഷം എടുത്തു ഒരു ഗ്രാമത്തിലേക്ക് എനിക്ക് കടക്കാൻ. കാരണം ബസ്തറിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയം എല്ലാവർക്കും അറിയാലോ. അതൊരു മാവോയിസ്റ്റ് ഹബ്ബ് എന്നുള്ള ഒരു മാവോയിസ്റ്റ് കേന്ദ്രം. ഇപ്പൊ എല്ലാവിടുന്നും അതിങ്ങനെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നൊക്കെ ഈ ഒരു ആക്ടിവിസ്റ്റുകൾ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെല്ലാം പോയി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ ബസ്തർ. അപ്പൊ അവിടെ ഒരു ഗ്രാമത്തിലേക്ക് കടക്കാൻ, പ്രത്യേകിച്ച് നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാലോ, നമ്മള് അവിടുത്തെ ഗോത്രവർഗത്തിൽ പെടുന്ന ഒരാളല്ല എന്നുള്ളത് നമ്മളെ കാണുമ്പോൾ തന്നെ അറിയുന്നു. അപ്പോ ഒരു സെൽഫോണിന് ഒരു സിഗ്നൽ ഇല്ല, ലാൻഡ് ലൈൻ മറ്റു സാധനമേ ഇല്ല, ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാത്തവിടെ ഒരു ഗ്രാമത്തിന്റെ വാതിൽക്കൽ ഞാൻ എത്തുമ്പോഴേക്കും മെസ്സേജുകൾ അവരുടെ മൊത്തം ആളുകളിലേക്ക് പോയി കഴിയും. ശരിക്കും ഇത് ഓടി നടന്ന് മെസ്സേജ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. ആദിവാസികൾക്ക് വേറെ ഉണ്ടല്ലോ, മരത്തിന്റെ മുകളിൽ കയറി ഇരുന്ന് അവര് പറകൊട്ടി പ്രത്യേകതരം സന്ദേശങ്ങൾ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ഇത് എങ്ങനെ കൊടുക്കുന്നു നമുക്കറിയില്ല. നമ്മുടെ സെൽഫോണൊക്കെ 3-4 മണിക്കൂറായിട്ട് വർക്ക് ചെയ്യാതെ കിടക്കുന്നുണ്ട്, സിഗ്നലും ഒന്നുമില്ലാതെ. അവർക്കൊന്നും അതൊന്നും ഇല്ല. പക്ഷെ അപ്പോഴേക്കും അത് ആ മെസ്സേജുകൾ വേണ്ടവരിലേക്ക് എത്തുകയാണ്. അപ്പൊ ആരിത് വന്നു, ഇവർക്ക് എന്തുദ്ദേശം? ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും, ഞാൻ വെറുതെ നടക്കാൻ വന്നതാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കും. ഞാൻ ഒന്നുകിൽ ജേർണലിസ്റ്റ് ആയിരിക്കണം, അവരെ പിഴിഞ്ഞ് എന്റെ കാര്യങ്ങൾ നടത്താൻ ഇറങ്ങിയ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഞാനൊരു റിസർച്ച് സ്കോളർ ആയിരിക്കണം, അവരെ കുറിച്ച് ഗവേഷണം, അല്ലെങ്കിൽ ഞാൻ ഫോഴ്സിന്റെയോ ഗവൺമെന്റിന്റെയോ ചാരപ്പണിക്ക് പോയ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് പോയ ഒരു വ്യക്തിയായിരിക്കണം. ഇതൊന്നുമല്ല ഞാൻ. വെറുതെ ഇറങ്ങാൻ എന്ന് എഴുതാനും പ്ലാൻ ഇല്ല ബസ്തറിനെ കുറിച്ച്. അങ്ങനെ എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ ബസ്തറിൽ എവിടെയെങ്കിലും ഒക്കെ എത്തുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ലേ. വിശാഖപട്ടണത്തിരിക്കുമ്പോ ബസ്തർ ഒരു അത്ഭുത കാഴ്ചയൊന്നുമല്ല. ദിവസേന ന്യൂസ് പേപ്പറിൽ കാണുന്നുണ്ടല്ലോ കമന്നും മലർന്നും കിടക്കുന്ന മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ബസ്തറിൽ നമ്മൾ വിശാഖപട്ടണം എഡീഷനിൽ കാണുന്നുണ്ട്. അത്ര ദൂരമൊന്നും ഇല്ലല്ലോ അവിടുന്ന്. അപ്പോ ഞാൻ പറഞ്ഞത്, ഞാൻ വിശാഖപട്ടണത്താ ജീവിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോ അത് എനിക്കൊരു ഉറപ്പില്ല ഞാൻ എവിടെയെങ്കിലും എത്തുന്നോ, ആരെങ്കിലും കാണുന്നോ, ആരെങ്കിലും എന്നോട് മിണ്ടുന്നോ, ഒരു ഉറപ്പില്ലായിരുന്നു. 1.5 വർഷത്തിന്റെ ഉള്ളിൽ അവരെന്നെയും പഠിച്ചു, ഞാൻ അവരെയും പഠിച്ചു. അങ്ങനെ ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ടായി.
കേട്ടിട്ടുണ്ട് ബസ്സർ സ്വന്തമായി ഏറ്റെടുത്തു. ഏറ്റെടുക്കുക എന്ന് പറയാന്നൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞത് വെറും ഭംഗി വാക്കാണ് ബേബി. സത്യത്തിൽ നമ്മളൊക്കെ അത്യാവശ്യം പ്രിവിലേജ് ഉള്ള ലൈഫാണ് നമ്മുടെയൊക്കെ. അപ്പോ ആ പ്രിവിലേജിൽ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ആദിവാസി സ്ത്രീകളെ മുഴുവൻ ഞാൻ അങ്ങ് എന്റെ ഹൃദയത്തിലാക്കുന്നു, ഞാൻ അവർക്കൊപ്പം ഇതൊക്കെ പറയാം. ഏറ്റവും അവസാനം എനിക്കൊരു ഉറപ്പുണ്ട്, ഒരു അവിടെ ഓരോ 500 മീറ്ററിലും പലതരം ഫോഴ്സിന്റെ ക്യാമ്പുകളാണ്. ITBP, കോബ്ര, തണ്ടർബോൾട്ട്, CRPF, പിന്നെ പോലീസ്, ഇങ്ങനെ ഓരോ 500 മീറ്ററിലോ 1 കിലോമീറ്ററിലോ ക്യാമ്പുകൾ കാണാം. അപ്പോ ഏറ്റവും അവസാനം എനിക്കൊരു ധൈര്യമുണ്ട്, അവിടെ എങ്ങാനും അവർ എന്നെ ചോദ്യം ചെയ്യാനോ എന്തിനും കൊണ്ടുപോയാൽ വിടും. എന്നെ എനിക്ക് വേണ്ടി അവിടെ പറയാൻ ചില ആളുകൾ ഛത്തീസ്ഗഡിലും ഉണ്ട്, ആന്ധ്രാപ്രദേശിലും ഉണ്ട്. അപ്പൊ എന്നെ അവര് വിട്ടയക്കും എന്നൊക്കെയുള്ള ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഞാൻ നടക്കണം. അവിടുത്തെ സ്ത്രീകളുടെ കാര്യം ആരാണ് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും പറയണത്? അവരൊക്കെ പെട്ടുപോയാൽ അതിൽ ആ ജീവനാന്തം, എന്നാ പിന്നെ ജീവൻ ഇല്ലാത്ത അവസ്ഥയാണ് പിന്നെ ഭേദം. അപ്പോ അതിലൊക്കെ നിന്നുകൊണ്ട് വെറുതെ പറയാം ഞാൻ അവരിൽ ഒരാളായി, അവരെന്നെ ഏറ്റെടുത്തു എന്നൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു തീരെ അറിയാത്ത ഒരു സ്ഥലത്ത്, ഒരു കാട്ടുപ്രദേശം, ഒരു ആണിന്റെ കൂടെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ പോവുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് അയാളെ വിശ്വാസം വേണം, അല്ലെ? അയാളെ വിശ്വാസം ഉണ്ടെങ്കിലേ കൂടെ പോകും. നേരെ തിരിച്ച് അവിടെ അവർക്ക് നമ്മളെ വിശ്വാസം വേണം. ഈ വരുന്ന സ്ത്രീ എന്താണ് അവിടെ സ്ത്രീ എന്നുള്ള, അവന് ശാരീരികമായിട്ട് ഭയങ്കര ശക്തി അവിടുത്തെ ആണുങ്ങൾക്ക് ഉണ്ടെങ്കിലും നിമിഷം കൊണ്ട് എനിക്ക് അവരെ ട്രാപ്പിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു തരം രാഷ്ട്രീയ കാലാവസ്ഥയാണ് അവിടെ നടക്കുന്നത്. ചാരപ്പണി എന്നൊക്കെ പറയുന്നത് ആ തരത്തിലുള്ളതാണ്. അപ്പൊ അവരാണ് എന്നെ വിശ്വസിക്കുന്നത്. ആ തരത്തിൽ എനിക്ക് അവരുടെ വിശ്വാസം ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഞാനൊരു ക്രെഡിറ്റ് ആയിട്ട് പറയുന്നുള്ളൂ. മറ്റേതൊക്കെ പ്രിവിലേജ് ഉള്ള ജീവിതത്തിൽ നിന്നുകൊണ്ടേ അവരെയൊന്നും നമുക്കൊന്നും വിധിക്കാനും ഞാൻ അവിടുത്തെ ഒരാൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ കുട്ടികളുടെ ഭക്ഷണം, വിദ്യാഭ്യാസം, ഇത് രണ്ടും മാത്രമാണ്. കാരണം അവരാരും ആവശ്യപ്പെട്ടിട്ടോ ആഗ്രഹിച്ചിട്ടോ ജനിച്ചതല്ലല്ലോ. ഏതു കുട്ടിയും അവരാവശ്യപ്പെടുന്നില്ലല്ലോ ജനിപ്പിക്കാനൊന്നും. അപ്പൊ ജനിപ്പിച്ചവരുടെ ഏറ്റവും ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ജനിപ്പിച്ച കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക വേണം, പിന്നെ വസ്ത്രം കൊടുക്കാനാണ്, പിന്നെ ആഗ്രഹമുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ പഠിപ്പിക്കണം. അപ്പോ ഈ 3 കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാന്നുള്ളത് ഞാൻ അവിടെ കുറെ കാലമായി, 6 വർഷമായി ഞാൻ അവിടെ നടക്കുന്നു. ഇപ്പൊ പുസ്തകം എഴുതിയതിനു ശേഷം ഇനി വേണമെങ്കിൽ 2 എഴുതാം. അത്ര അനുഭവമുണ്ട്, അത്ര അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെ മാറിപ്പോയി എന്നേ പറയാൻ പറ്റൂ. ജീവിതം അങ്ങ് മൊത്തം ബസ്തറിന് മുമ്പും ബസ്തറിന് ശേഷവും എന്നുള്ള 2 തരം കാഴ്ചപ്പാട് എനിക്കുണ്ടായി. ഭയങ്കര അതിഭീകരമായ കുറ്റബോധം നമ്മൾക്ക് തോന്നും. നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ വാങ്ങുന്ന വസ്ത്രങ്ങളുടെ വില, നമ്മൾ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന അതിന്റെയൊക്കെ വിലകള്, അവര് എത്ര ചെറിയ ഒരു ഇതിലാണ് ഒരു മാസമൊക്കെ ഒരു കുടുംബം തള്ളി നിൽക്കുന്നത്. കാട്ടിലൊക്കെ കയറി അതും ഇതും പെറിച്ചിട്ട് അങ്ങനെ കുറെ മാസങ്ങള് തള്ളിപ്പോകുന്നു കഴിച്ചിട്ടൊക്കെ. അപ്പോ അങ്ങനെ കുറെ കുറ്റബോധങ്ങളും അമർഷം, രോഷം, ആരോടൊക്കെ സിസ്റ്റത്തിനോടുള്ള ദേഷ്യം, ഇങ്ങനെ പലതും ഉണ്ടാവും. ഇതൊക്കെ അതിനു മുമ്പും ബിമ്പും എന്നുള്ള തരത്തിൽ എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ബസ്തർ. എന്തായാലും തിരക്ക് പിടിച്ച എന്റെ കൂടെ 2 മിനിറ്റ് ഇത് ചെയ്തത് ഭയങ്കര നന്ദിയുണ്ട്. പിന്നെ എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, ഈ വരുന്ന തലമുറയ്ക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? ഉപദേശമേ ഇല്ല. കാരണം എന്താ അറിയോ, ഞാൻ എന്നെ തന്നെ ഓരോ ദിവസവും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര തെറ്റുകളാണ് ചിന്തയിലും പ്രവൃത്തിയിലും വാക്കുകളിലും. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഭാഷയിൽ വരുന്നുണ്ടല്ലോ. നമ്മൾ ഒരു കാലത്ത് അറിഞ്ഞോ അറിയാതെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, പലതരത്തിൽ. അത് എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാര് അത് കുറഞ്ഞിട്ടുണ്ട് അവരുടെ ഇടയിൽ. അപ്പൊ അവരെ ഉപദേശിക്കാൻ സത്യത്തിൽ ഞാൻ ആരുമല്ല. പിന്നെ എന്നെ തന്നെ
പുതുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു നോവൽ എഴുതുന്നതും ഒരു യാത്രാ വിവരണം എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം. നോവലിൽ നമുക്കിപ്പോ വേണമെങ്കിൽ യുധിഷ്ഠിരനെ കുറിച്ചോ കർണനെ കുറിച്ചോ ഒക്കെ നമുക്ക് എഴുതാം. നിർമ്മിക്കപ്പെടുകയാണ് അങ്ങനെ ഒരു ലോകം. നമുക്കറിയില്ല ഇവരൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൃഷ്ണനെ കുറിച്ച് എഴുതാം, എങ്ങനെ വേണമെങ്കിലും നോവൽ എഴുതാം. യാത്ര എന്ന് പറഞ്ഞത് അത് ഇന്നത്തെ കാര്യല്ലേ. ഞാൻ ഒരു കാര്യം ഒരു സ്ഥലത്തെ കുറിച്ച് എഴുതുമ്പോൾ അത് ഇന്നത്തെ കാര്യമാണ്, ഏറ്റവും സമകാലികമാണ്. അന്ന് ആ ദിവസം നടന്നത് ഇത് വായിച്ച ഒരാൾ അവിടെ അന്വേഷിച്ചു പോയിട്ട് അവിടെ അതൊന്നും ഇല്ലെങ്കിൽ എഴുത്തിനെ എന്നുള്ളത് മാത്രല്ല, മൊത്തം ക്രെഡിബിലിറ്റി അത് ചോദ്യം ചെയ്യല്ലേ. അപ്പോ ഏറ്റവും സത്യസന്ധമായിട്ട് എഴുതപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് യാത്രയാണ്. മറ്റേതിലെല്ലാം നമുക്ക് നിർമ്മിക്കാം. ഭാവനാ ലോകല്ലേ, ആര് ചോദ്യം ചെയ്യാൻ? ഞാൻ ഭാവനയിൽ ഇങ്ങനെ കണ്ടു എന്നെനിക്ക് ഏതിലും പറയാം, യാത്രയിൽ പറയാനേ പറ്റില്ല. മാത്രല്ല നമ്മുടെ എഴുത്തിൽ കൂടെ ആ നാട്ടിലെ മനുഷ്യരെ കുറെ പേര് അറിയുന്നുണ്ട്. അപ്പൊ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പോലെയോ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ അവരെ നമ്മൾ ഒരിക്കലും എവിടെ എഴുതി വെക്കരുത്. പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ അത് അവരുടെ പ്രശ്നമല്ലല്ലോ, ആ നാട്ടിലെ ആളുകളുടെ പ്രശ്നമല്ലല്ലോ, അത് എന്റെ മാത്രം പ്രശ്നമാണ്. അപ്പോ ഞാൻ തന്നെ എന്നെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും പെർഫെക്റ്റ് അല്ല ഞാൻ, ഓരോ ദിവസവും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഉപദേശങ്ങളൊന്നുമില്ല. മറ്റുള്ളവർക്ക് കഷ്ടനഷ്ട അപമാന ആപത്തുകൾ വരുത്താതെ സ്വന്തം മനസ്സ് പറയുന്ന രീതിയിൽ ജീവിക്കാന്നുള്ളത് എല്ലാ പ്രായക്കാർക്കും, ചെറുപ്പക്കാർക്ക് മാത്രല്ല എല്ലാവർക്കും. അതാണ്. സന്തോഷം. വളരെ സന്തോഷമുണ്ട് കണ്ടതില്.